കുട്ടികളുടെ പങ്ക്തി. വിനോദമോ രൂപീകരണമോ? സമകാലിക കുട്ടികളുടെ ആരാധനാ സംഗീതത്തെക്കുറിച്ചുള്ള വിമർശനാത്മക പഠനം. എൻ്റർടൈൻമെൻറ്റ് ഓർ ഫോർമേഷൻ, എ ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് കണ്ടംപററി ചിൽഡ്രൻസ് വർഷിപ്പ് മ്യൂസിക്. റവറൻഡ് ഡോക്ടർ LV ബിബിൻലാൽ. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. സങ്കീർത്തനം 27:6. ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം രചിക്കുന്നതിന് പിന്നിലുള്ള കാരണം, അതിൻ്റെ ഉള്ളടക്കം ഇവ വായനക്കാരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയും സമാനമായ ജീവിത സാഹചര്യത്തിൽ ദൈവത്തെ എങ്ങനെ ആശ്രയിക്കാം, എങ്ങനെയൊക്കെ മുന്നേറാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നു. ദാവീദിൻ്റെ കഷ്ടതയുടെ പശ്ചാത്തലത്തിൽ ശൗലിൻ്റെ അസൂയയിൽ നിന്നുള്ള ഒളിച്ചോട്ടം, ശത്രുക്കൾ വളയുന്ന അവസ്ഥ, അതിനാലുള്ള ഭയം, സംശയം, മുന്നോട്ടുള്ള പാത കാണാത്ത അവസ്ഥ, ഈ സാഹചര്യത്തിൽ ദൈവത്തെ പൂർണ്ണ വിശ്വാസവും ആശ്രയവും പ്രത്യാശയും പ്രകടിപ്പിക്കുന്നതിന് ഈ സങ്കീർത്തനം സഹായിക്കുന്നു. ഈ സങ്കീർത്തനം ഒരു ശരണഗീതമായി കാണാം. ഇതിലെ വാക്കുകൾ വായനക്കാർക്ക് ആശ്വാസം, ധൈര്യം ഇവ നൽകുന്നു. യഹോവ എൻ്റെ രക്ഷയും വെളിച്ചവും ആകുന്നു എന്ന പ്രഖ്യാപനം, കഷ്ടകാലത്ത് യഹോവയുടെ ആലയത്തിൽ അഭയം തേടൽ, ദൈവ സാന്നിധ്യം തേടുക, അതിൽ സമയം ചെലവഴിക്കുക, ധ്യാനിക്കുക, സംരക്ഷണയ്ക്കായി അപേക്ഷിക്കുക എന്നുള്ള ആഗ്രഹം ഇവ പ്രകടിപ്പിക്കുന്നു. പൂർണ്ണ പ്രത്യാശ യഹോവയിൽ അർപ്പിക്കുക എന്നിവയാണ് ഇവിടെ കാണുന്ന ദൂത്. ഈ പശ്ചാത്തലത്തിലാണ് 21-ാം നൂറ്റാണ്ടിലെ കുട്ടികൾക്കിടയിലെ ആരാധനാ സംഗീതത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അവലോകനം ചെയ്യേണ്ടിയിരിക്കുന്നത്. ക്രിസ്തീയ ദർശനമാണോ നൽകുന്നത്, അതോ വെറും വിനോദമായി അധപ്പതിച്ചുവോ? ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, കുട്ടികളുടെ മനഃശാസ്ത്രവും ദൈവവചന പങ്കിടലും. വെക്കേഷൻ ബൈബിൾ സ്കൂൾ, സൺഡേ സ്കൂൾ, ചിൽഡ്രൻ ഫെലോഷിപ്പ് ക്യാമ്പ്, ഇങ്ങനെ പോകുന്നു കുട്ടികൾക്കിടയിലെ വിവിധ ശുശ്രൂഷകൾ. ഇവയെല്ലാം തന്നെ ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണം. ശിശുക്കളെ യേശുവിനരികിൽ വരുവാൻ സഹായിക്കുന്നതാകണം. യേശുവിനെ കണ്ടെത്താൻ ഉതകുന്നതാകണം. കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി നാം അവരോട് ഇടപെടണം. ഓരോ കുഞ്ഞും ഒരുക്കപ്പെട്ട വിശാലമായ നിലങ്ങളാണ്. അവയിൽ എന്താണോ വിതയ്ക്കുന്നത് അതുതന്നെ കൊയ്യും. ഈ സത്യം മനസ്സിലാക്കി നാം ഇടപെടണം. ഓരോ പാട്ടും ഭക്തി നിർഭരമായിരിക്കണം. ഓരോ ഗാനത്തിലൂടെയും ദൈവത്തോടുള്ള ഭക്തി വളർത്തുന്നതാകണം. അല്ലെങ്കിൽ ഈ പാട്ടുകൾ വെറും വിനോദമായി മാറും. മനസ്സിൻ്റെ ദിവ്യമായ പിടച്ചിലുകൾ ആവിഷ്കരിക്കാൻ ഭാഷ അസമർത്ഥമാണെന്ന് പറയാറുണ്ട്. ഉച്ചരിക്കാനാകാത്ത ഈ അനുഭൂതികൾ കൂടുതൽ ഫലപ്രദമായി ആവിഷ്കൃതമാകുന്നത് സംഗീതത്തിലൂടെയാണ്. ദൈവാനുഭവത്തെ, ദൈവവചന ആഴങ്ങളെ പാട്ടിലൂടെ കുട്ടികളുടെ ഹൃദയത്തിൽ പകരുമ്പോൾ അവർ ദൈവാനുഭവമുള്ളവരായി മാറും. ഇത് മനസ്സിൻ്റെ താളം തെറ്റാതെ മുന്നേറാനും ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനും സഹായകമാകുന്നു. ഇന്ന് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധങ്ങളായ മാനസിക, ആത്മീയ സംഘർഷങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. ഈ കാലഘട്ടത്തിലെ ഗാനങ്ങൾക്കും ഈണങ്ങൾക്കും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധിക ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. വെറും വിനോദത്തിനും സമയം ചെലവഴിക്കാനും, ടൈം പാസ്, ഇവൻ്റ് മാനേജ്മെൻറ്റ് എന്ന തലത്തിലും എല്ലാം തന്നെ ഇവ മാറിപ്പോയിരിക്കുന്നു. ആയതിനാൽ നൈമിഷികമായ ചില സന്തോഷങ്ങൾ നൽകിയാലും നിലനിൽക്കുന്ന ഭക്തിയിലേക്ക് ഇന്നത്തെ ഗാനങ്ങൾ എത്തുന്നുവോ എന്ന് വിമർശനാത്മകമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെ ആരാധനാ സംഗീതത്തിൻ്റെ ഉദ്ദേശങ്ങൾ. കുട്ടികളുടെ ഇടയിൽ പഠിപ്പിക്കുന്ന ക്രിസ്തീയ ആരാധനാ ഗീതങ്ങളുടെ ഉദ്ദേശം ആരാധനാ സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ്. എന്നാൽ ഈ ലക്ഷ്യം നേടുന്നതിന് ഇന്നത്തെ സമൂഹത്തിൻ്റെ പരാജയം എടുത്തു പറയണം. സഭയിൽ യുവാക്കളില്ല. അവർ മറ്റു പലതിനും അഭയം കണ്ടെത്തുന്നു, അഭയം പ്രാപിക്കുന്നു. ഈ പ്രശ്നം നാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ക്രിസ്തുവിൽ അഭയം തേടുന്ന സമൂഹ നിർമ്മിതി. ക്രിസ്തുവിൽ അഭയം നേടുന്നതിന് ഇന്നത്തെ തലമുറ വിമുഖത പുലർത്തുന്നു. അവർക്ക് താല്പര്യം മറ്റു പലതിനോടും ആണ്. കാരണം ഇന്നത്തെ കാലികമായ ഗാനങ്ങളും
കുട്ടികൾക്കിടയിലെ ഗാനങ്ങളും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും അവർക്ക് വിവേചിക്കാനാകുന്നില്ല. അതിനാൽ കുട്ടികൾ ദൈവാനുഭവത്തിൽ നിന്നും അകലുന്നു. ദൈവാശ്രയം എന്നത് അവർക്ക് ചിന്തിക്കാനാകുന്നില്ല. ഗാനരചയിതാവിൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഓരോ ഗാനത്തിലും കാണേണ്ടത്. സങ്കീർത്തനം 34 ദാവീദിൻ്റെ ജീവിതാനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജീവിതത്തിലെ പല പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ സവിശേഷമായ ഇടപെടൽ അനുഭവിച്ച ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഉത്ഭവമായ പ്രതികരണങ്ങളാണ് ഓരോ ഗാനങ്ങളായി രൂപം കൊള്ളുന്നത്. എന്നാൽ ഇന്ന് അനുഭവങ്ങളല്ല, വിനോദമാണ് പ്രധാനം. സന്തോഷിപ്പിക്കലാണ് വലുത്. ആദ്യം ഈണം കണ്ടെത്തും, അതിനനുസരിച്ച് ചില വാക്കുകൾ കൂട്ടിച്ചേർക്കും. ഇടയ്ക്ക് യേശുവേ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം ഈ വാക്കുകൾ ഉച്ചരിച്ചാൽ ക്രിസ്തീയ ഗാനങ്ങളായി എന്ന് വിചാരിക്കുന്ന അഭക്തരുടെയും വ്യാപാരികളുടെയും കൂട്ടമായി മാറുന്നു. ക്രിസ്തു അനുഭവവും കുട്ടികളുടെ ആരാധനാ ഗാനങ്ങളും. ക്രിസ്തു അനുഭവം, ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലും അത്യാവശ്യമാണ്. VBSലൂടെ അനേകർ യേശുവിലായ ചരിത്രമാണ് നമുക്കുള്ളത്. ഇന്നത്തെ പല ഈണങ്ങളും വരികളും പാട്ടിനു വേണ്ടി പാട്ടുണ്ടാക്കിയ കണക്കാണ്. ആയതിനാൽ ക്രിസ്തു അനുഭവമല്ല ഉണ്ടാകുന്നത്, പകരം ചില കാലികമായ ഈണങ്ങളെ പഠിപ്പിക്കുന്നതിനായി മാത്രം ഇത് മാറുന്നു. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്ക് പിന്നിൽ മഹത്തായ ചരിത്രം ഒളിഞ്ഞു കിടക്കുന്നു. അത് കണ്ടെത്തി പകർന്നു കൊടുക്കുമ്പോൾ സമാനമായ ജീവിത സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് ശൈശവകാലം മുതലേ കുട്ടികൾ പഠിക്കുന്നു. ഒരു വ്യക്തി തൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് 7-ാം വയസ്സിനകത്ത് തീരുമാനമെടുക്കുന്നു. ഇതിനെ സ്വാധീനിക്കുവാൻ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്ക് സാധിക്കുന്നു. ആത്മഹത്യ ചെയ്യുക, മനസ്സിൻ്റെ സമനില തെറ്റാൻ അനുവദിക്കുക, മറ്റുള്ളവരെ കൊല്ലുക എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ 7-ാം വയസ്സിന് മുൻപേ എടുക്കുന്നു. ഇത് ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ രക്ഷപ്പെടാനായി ഉപയോഗിക്കുന്നു. ഇവയെ മാറ്റി ജീവിതത്തിൻ്റെ അർത്ഥം, ഉദ്ദേശം ഇവ കണ്ടെത്താൻ ക്രിസ്തീയ ഗാനങ്ങൾ കുട്ടികൾക്കായി തയ്യാറാക്കുന്നതിലൂടെ സാധിക്കണം. കുട്ടികൾക്കായി ഗാനങ്ങൾ എഴുതുമ്പോഴും ഈണം പകരുമ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഹാൻഡിൽ വിത്ത് കെയർ യു ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് യുവർ ചൈൽഡ്. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക, നിങ്ങളുടെ കുഞ്ഞിനെ പണിയുവാനും തകർക്കുവാനും നിങ്ങൾക്കാകും എന്ന വാക്കുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം കുട്ടികൾക്കായുള്ള ഗാനങ്ങൾ എഴുതുവാനും ഈണം പകരുവാനും. ഒരു കുട്ടിയുടെ മാനസികവും വൈകാരികവും സാമൂഹികവുമായ ഇമോഷണൽ, മെൻ്റൽ, സോഷ്യൽ എന്നീ വളർച്ചയെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഗാനങ്ങൾ തയ്യാറാക്കാൻ. ഈ പ്രായം വ്യക്തിത്വ വികസന കാലമാണ്. ആയതിനാൽ അവ മുൻ കണ്ടുകൊണ്ട് ഗാനങ്ങൾ തയ്യാറാക്കണം. കുട്ടികൾക്കായുള്ള ഗാനങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ദൈവവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഗാനങ്ങൾ രൂപപ്പെടണം. ജീവിത പ്രശ്നങ്ങൾ പ്രത്യാശയോടുകൂടെ കാണാൻ സഹായിക്കുന്ന ഗാനങ്ങൾ ഉണ്ടാകണം. ദൈവവചനത്തിന് ഉതകുന്ന ഗാനങ്ങളായിരിക്കണം. രക്ഷയിലേക്ക് നയിക്കുന്ന ഗാനങ്ങൾ, ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും പഠിപ്പിക്കുന്ന ഗാനങ്ങൾ, പ്രാർത്ഥനാ ജീവിതത്തെ വളർത്തുന്ന ഗാനങ്ങൾ, ക്രിസ്തീയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് ഉതകുന്ന ഗാനങ്ങൾ, സുവിശേഷീകരണ പ്രാധാന്യം നൽകുന്ന ഗാനങ്ങൾ, സ്വഭാവ രൂപീകരണ പാഠങ്ങൾ നൽകുന്ന ഗാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഗാനങ്ങൾ, ദൈവാനുഭവത്തിൽ സമർപ്പിക്കുവാൻ കഴിയുന്ന ഗാനങ്ങൾ. ഇങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങളെയും ആത്മീയ ജീവിതത്തെയും പരിപോഷിപ്പിക്കുന്ന ഗാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 21-ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളും കുട്ടികളുടെ ആരാധനാ ഗീതങ്ങളും. 21-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് തലമുറകൾ തമ്മിലുള്ള അന്തരം, മാധ്യമ ലോകത്തുണ്ടായ അതിപ്രസരം. കുട്ടികളുടെ ജീവിത സാഹചര്യം അപ്പാടെ മാറ്റിമറിച്ചിരിക്കുന്നു. സ്ക്രീൻ ടൈം വർദ്ധിച്ചു, മാനസിക സംഘർഷങ്ങൾ വർദ്ധിച്ചു, പ്രതീക്ഷാഭംഗം. ഇങ്ങനെ യഥാർത്ഥ ലോകം, ഡിജിറ്റൽ ലോകം, ഇവയ്ക്കിടയിൽ സംഘർഷങ്ങൾ മുതലായി അങ്ങനെ പോകുന്നു ഇന്നത്തെ തലമുറയുടെ പ്രശ്നങ്ങൾ. ധാരാളം ഗാനങ്ങളും സംഗീതങ്ങളും സംഗീതജ്ഞരും മറ്റും ഈ കൊച്ചു തലമുറയെ സ്വാധീനിക്കുന്നു. പലപ്പോഴും വാക്കുകളേക്കാൾ സംഗീതമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഈ തലമുറയെ വഴിതെറ്റിക്കുന്ന സാത്താന്യ
സംഗീതങ്ങളെ പിൻപറ്റാതെ ദൈവിക വചനത്തിലും സത്തയിലും വളരാൻ ഉതകുന്ന സ്വാധീനം ചെലുത്തുവാൻ ക്രിസ്തീയ ഗാനങ്ങൾക്ക് കഴിയണം. ഇന്നത്തെ ഗാനങ്ങൾ നല്ലൊരു ഭാഗവും ക്രിസ്തീയ ജീവിത അനുഭവത്തിൽ നിന്നല്ല, പകരം അവസരോചിതമായി സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ ആഴത്തിൽ നിലനിൽക്കുന്നതും രൂപാന്തരത്തിലേക്ക് നയിക്കുന്നതും ജീവിതാനുഭവത്തിൽ നിന്നുള്ള ഗാനങ്ങൾ തന്നെ. പരിശുദ്ധാത്മ അഗ്നിയിൽ രൂപപ്പെട്ട ഗാനങ്ങൾ എക്കാലവും എല്ലാ കാലവും തലമുറയെ സ്വാധീനിക്കുന്നു. വെറും വിനോദമായി മാറുന്നുവോ കുട്ടികളുടെ ആരാധനാ ഗാനങ്ങൾ? ഇന്നത്തെ ആരാധനാ ഗീതങ്ങൾ അധികവും വെറും വിനോദത്തിനായാണോ ഉപയോഗിക്കുന്നത്? ടൈം പാസ് അല്ല ആരാധനകൾ. കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷയിൽ രൂപാന്തരമാണ് കാതലായ ഭാഗം. രൂപാന്തരമെന്നാൽ ഒരാൾ ദൈവഭക്തിയിൽ മൂല്യാധിഷ്ഠിത ജീവിതത്തിന് ഉടമയായി മാറുക എന്നത് തന്നെ. ശിശുക്കളെ വളർത്തുമ്പോൾ പഥ്യോപദേശത്തിൽ വളർത്താൻ എഫേസ്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു. പഥ്യോപദേശമെന്നാൽ ശരിയായ തിരഞ്ഞെടുപ്പ്, സെലക്ഷൻ വേണം എന്നത്രേ. എന്തൊക്കെയാകാം, എന്തൊക്കെ പാടില്ല എന്ന ശരിയായ ഉപദേശം നൽകി വളർത്തുന്നത് തന്നെയാണ് ഇത്. ശരിയായ രൂപാന്തരം, രൂപീകരണം ഇവ സംഭവിക്കാതെ വെറും വിനോദമായി കുട്ടികളുടെ ഇടയിലെ ശുശ്രൂഷ ഗാനങ്ങളും ആയാൽ അവർ വൃഥാ സമയം ചെലവഴിക്കുന്നതാകും. രൂപാന്തരത്തിലേക്കും രൂപീകരണത്തിലേക്കും നയിക്കാത്ത യാതൊരു ഗാനവും ഇന്നിൻ്റെ വെല്ലുവിളിയാണ്. വിനോദം ആവശ്യമാണ്, എന്നാൽ വിനോദം മാത്രമാകരുത് കുട്ടികൾക്കായുള്ള ക്രിസ്തീയ ഗാനങ്ങൾ. വിനോദത്തിലൂടെ കാര്യങ്ങളിലേക്ക് കടക്കണം. യേശുവിനെ കണ്ടെത്താൻ, യേശുവിനെ മനസ്സിലേറ്റാൻ, ക്രിസ്തു ലഹരിയിലാകാൻ ആവണം നമ്മുടെ കുട്ടികൾക്കായുള്ള ആരാധനാ ഗീതങ്ങൾ.